ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പൗലോ മാസ്റ്റർ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇത് 2018 മാർച്ച് മാസത്തിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രത്യേകം സൂക്ഷിക്കുക. ഇവിടെയാണ് ഇൻഇക്വാലിറ്റി. ഈ വശത്ത് എ ബൈ ബി സി ബൈ ഡി എന്ന് പറഞ്ഞ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പുറത്ത് ഒരാൾ മാത്രമേ ഉള്ളൂ, ഇവിടെ രണ്ട് പേരുണ്ട്. അപ്പോൾ ആദ്യം ഇതിനെ കണക്ക് ചെയ്ത് ഇങ്ങനെ ചെറുതാക്കി എഴുതണം. അപ്പോൾ ആദ്യം അതാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ആക്കിയതിന് ശേഷമാണ് നമ്മളിനി മുമ്പോട്ടേക്ക് സ്റ്റെപ്സ് എഴുതി കണക്ക് ചെയ്യാൻ. ഓക്കെ, നമുക്ക് ഇങ്ങനെ ചെയ്യാനേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ എത്ര പേരുണ്ട്? രണ്ട് പേരുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ചെറുതാക്കി ഈ രീതിയിൽ എഴുതിയതിന് ശേഷം വേണം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് കണക്ക് ചെയ്യാൻ അറിയാം. ഇത്തരം കണക്കുകൾ നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഈ 3നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 20നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എഴുതി വെച്ചിട്ട് അടുത്ത സ്റ്റെപ്സ് ചെയ്യുക. ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പോൾ ഇത് ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാനിവിടെ മേളിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതി വെച്ചു. 3x - 2 ബൈ 4 ഉണ്ട്, ബൈ 5 ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ എന്താണ് ചിഹ്നം? മൈനസ് ആണ്. ഇത് എ ബൈ ബി, ഇത് സി ബൈ ഡി. അത് തമ്മിൽ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. അതിൻ്റെ ഉത്തരത്തിനാണ് കണ്ടുപിടിച്ചെഴുതണം. ഓക്കെ, എ ബൈ ബി മൈനസ് സി ബൈ ഡി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈക്വൽ ടു ഇടുക. അപ്പോൾ തന്നെ എന്തിടുക? ബൈ ഇടുക. അതിനുശേഷം മൈനസ് എന്നല്ല വായിക്കേണ്ടത്, സെയിം സൈൻ. ഇവിടുത്തെ ഏതാണോ സൈൻ അത് തന്നെ ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. പിന്നെ എ ഇൻറ്റു ഡി എഴുതുക, ബി ഇൻറ്റു സി ഇപ്പുറത്ത് എഴുതുക. പിന്നെ താഴെയുള്ള രണ്ട് പേരെ എടുത്തെഴുതുക, ബി ഇൻറ്റു ഡി. ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ട് വേണം ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വളരെ ചെറിയ ക്ലാസ്സിൽ ഇത് പഠിക്കേണ്ടതായിരുന്നു. ഇനി ഒരിക്കലും ഇത് വേറെ ആരും കാണിച്ചു തരാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക. കാരണം ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും ബേസിക് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഞാനിതിവിടെ എഴുതി. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഈക്വൽ ടു ഇട്ടു, പിന്നെ വലിയൊരു ബൈ ചിഹ്നം ഇട്ടു, പിന്നെ നെഗറ്റീവിനെ അതേപോലെ തന്നെ എടുത്തെഴുതി. ഓക്കെ, ഇനി 3x - 2നെ നിങ്ങൾ ആരെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 5. കണ്ടോ? 3x - 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അടുത്തത് ഈ 4നെ ആരെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 2 - x കൊണ്ട്. ഓക്കെ, 2 - xനെ 4 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തു. അടുത്തത് താഴെ നിങ്ങൾ രണ്ടുപേരെ എഴുതിയാൽ മതി. 4 × 5. കണ്ടോ? 4 × 5. ഈ ഇക്വേഷൻ പഠിക്കണം. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. അടുത്ത സ്റ്റെപ്സൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് 5നെ എടുക്കാൻ നിങ്ങൾക്കറിയാം. 15x എന്നും വരും, 10 എന്നും വരും. കണ്ടോ? 15x 10 വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഏതാ ചിഹ്നം കൊടുക്കേണ്ടത്? നെഗറ്റീവ്. സെയിം ചിഹ്നം തന്നെ. പിന്നെ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് ഷുവറായിട്ടും അറിയത്തില്ല. കാരണം ഈ നെഗറ്റീവ് ഉള്ള സ്ഥിതിക്ക് നിങ്ങൾ ഈ 4 × 2 8 എന്ന് എഴുതും. അതേപോലെ -4x എന്ന് എഴുതും. പക്ഷേ ഇവിടെ നിങ്ങളൊരു ബ്രാക്കറ്റ് ഇടില്ല. അത് നിങ്ങൾക്ക് തെറ്റിപ്പോവും. അതിൻ്റെ കാര്യം വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന കൂടുതൽ ക്വസ്റ്റ്യനിൽ ഇവിടെ പ്ലസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്കൊരു പ്രശ്നം വരില്ല. അത് കാരണമാണ് നിങ്ങൾക്ക് അറിയാത്തത്. പക്ഷേ ഇവിടെ നെഗറ്റീവ് ഫ്രണ്ടിലുള്ള സ്ഥിതിക്ക് ബ്രാക്കറ്റ് നിർബന്ധമായിട്ടും കൊടുക്കണം. എന്നിട്ട് 4 × 2 8, കുഴപ്പമില്ല. പിന്നെ മൈനസ് അതേപോലെ തന്നെ 4 × x 4x, അതെല്ലാം ഓക്കെ. ഇനി മൈനസ് പുറത്തുണ്ട്. ഇനി പുറത്തുള്ള മൈനസിനെ ഉള്ളിലേക്ക് എടുത്താൽ ഉള്ളിലുള്ള എല്ലാ ആളുകളുടെയും ചിഹ്നം മാറും. ഈ 8ൻ്റെ ചിഹ്നം എന്താ? 8ന് ചിഹ്നം ഉണ്ട്. ഇത് പ്ലസ് ആണ്. 8ന് ചിഹ്നം മാറി എന്താവും? -8. ഈ 4ന് ചിഹ്നം മാറി എന്താവും? ഇതിപ്പോൾ മൈനസ് ആണ്. അപ്പോൾ +4x ആവും. ഓക്കെ, ഇത്രയും വരെ കിട്ടിയ എളുപ്പമായി. പിന്നെ 15x ഉണ്ട്, 4 ഉണ്ട്. 15 4. ഇത് 15 ചക്ക, ഇത് 4 ചക്ക. ഇവർ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവരെ തമ്മിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് 10 രൂപയും ഇത് 8 രൂപയാണ്. ഇവരെ തമ്മിൽ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവരെ തമ്മിൽ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് 15ഉം 4ഉം 19x. പിന്നെ ഇത് -10, ഇത് -8. -10ൽ നിന്ന് 8 യൂണിറ്റ് കൂടി ബാക്കോട്ട് പോകണം. മൈനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വായിക്കണം? ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. -10ൽ നിന്ന് 8 യൂണിറ്റ് കൂടി ലെഫ്റ്റ് സൈഡിലേക്ക് കുറഞ്ഞു പോകണം. അപ്പോൾ നമുക്ക് എത്രയിലെത്തും? -18ലെത്തും. ഓക്കെ, ഇത് നമുക്ക് ബേസിക് ആയിട്ടുള്ള മാത്സ് കേട്ടോ. -10 കുറയ്ക്കണം 8, -18. അപ്പോൾ 19x - 18x / 20. 20 എങ്ങനെയാണ് വന്നത്? 4 × 5 20. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് പകരം നമ്മൾ എന്ത് എഴുതി കൊടുത്തു? ഓക്കെ, ഇതെഴുതി. അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മൾ ചെയ്യുന്നത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 20നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, 3നെ എടുത്ത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, 20നെ മൾട്ടിപ്ലൈ ചെയ്തു, 3നെ മൾട്ടിപ്ലൈ ചെയ്തു. തൊട്ടടുത്ത സ്റ്റെപ്പ് നോക്കുക. 20നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് വരണം? ഉള്ളിൽ 2 ക്വസ്റ്റ്യൻ ചെയ്യണം. 20നെ 2 കൊണ്ട് ചെയ്താൽ 40. ഇവിടെ വെറും 20. 20 × 1 20. ഇതിൻ്റെ ഇടയിൽ ഏത് സൈൻ കൊടുക്കണം? ഇവിടെയുള്ള സെയിം സൈൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നമ്മളത് ചെയ്തു. ഇവിടെ 3യും കൊണ്ട് 19നെ 3 കൊണ്ട് ഗുണിച്ചാൽ 57, 18നെ 3 കൊണ്ട് ഗുണിച്ചാൽ 54, അതും എഴുതി. ഇനി നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? 40 ചക്ക, 57 ചക്ക. ചക്കകളെല്ലാം ഒരുമിച്ച് എഴുതണം. കണ്ടോ? ചക്കകളെ ഒരുമിച്ച് എഴുതി. -20 രൂപയും
-54 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും +54. അപ്പോൾ രൂപകളെല്ലാം ഒരുമിച്ച് എഴുതി, ചക്കുകളെല്ലാം ഒരുമിച്ച് എഴുതി. ബാക്കി ഇനി നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കണക്ക് ചെയ്യാൻ അറിയാം. ഇതിൻ്റെ ആൻസർ ബാക്കി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇത് 54-ൽ നിന്ന് 20 കുറയ്ക്കണം എന്നാണ് എഴുതിയേക്കുന്നത്. 54 ആദ്യം എഴുതി -20 രണ്ടാമത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. 54 കുറയ്ക്കണം 20 എന്നാണിത്. +54 കുറയ്ക്കണം 20. അതിൻ്റെ വാല്യൂ എത്ര? 34. പിന്നെ ഇത് നമ്മൾ ചെയ്ത് എത്ര വരും? 57-ൽ നിന്ന് 40 പോയാൽ 17. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? 17 ഇവിടെ ഇൻറ്റു ആണ്. തൊട്ടിപ്പുറത്തോട്ട് വരുമ്പോൾ എന്ത് വരും? ഡിവിഷൻ. അപ്പോൾ 34 17 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര വരും? 2 ≤ എന്ന് വരും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ എൻ്റെ പേപ്പർ കൊടുത്തിരുന്നു പോയി, അത് കാരണം ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. പക്ഷേ നിങ്ങളിത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്ത് അയക്കണം. ഓക്കെ.